ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാരിഊ ഇലത് തൗബതി മിനദ്ദിബാ വദ്ദുനൂബ്, പലിശയിൽ നിന്നും മറ്റു ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുക, എന്നാൽ അല്ലാഹു തആല വലിയ മഗ്ഫിറത്ത് നൽകും. ഇസ്തിഗ്ഫാർ അതിന്റെ ഒരു മുഖ്യ കാരണമാണ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ പെരുപ്പിക്കണം. ഇസ്തിഗ്ഫാറും മഗ്ഫിറത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി തന്നൊരു സുരക്ഷിതത്വമല്ലേ ഇസ്തിഗ്ഫാർ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ അഭയം രണ്ടെണ്ണമാണ്. രണ്ട് അഭയമാണ് അല്ലാഹു തആല തന്നത്. ഒന്ന്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, തങ്ങൾ ഹയാത്തിൽ ഉണ്ടായിരിക്കെ എങ്ങനെ അവരെ ശിക്ഷിക്കും? ശിക്ഷിക്കില്ല. തങ്ങളെ പരിഗണിച്ചു. എന്തെല്ലാം മക്കക്കാര്, ജൂതന്മാര്, മറ്റു പലരും ചെയ്തു നോക്കി. എല്ലാവരെയും ഹലാക്കാക്കുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ അല്ല. ചെറിയ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ ചിലപ്പുണ്ടാവും. അതൊന്ന് പഠിക്കാനൊന്ന് മാറാനും ചിന്തിക്കാനൊക്കെയാണ്. വ്യാപകമായിട്ട് മറ്റു അമ്പിയാക്കൾ അവരുടെ ഉമ്മത്ത് നശിക്കുന്നത് പോലെ കണ്ട ഒരു കാഴ്ച ഒരിക്കലും ഇല്ല. രണ്ടാമത്തൊരു അഭയം ഉള്ളത്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കെ ഒരു സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കൂല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്നത് വലിയൊരു മോചനത്തിന്റെ മാർഗമല്ലേ? ഇസ്തിഗ്ഫാർ ചൊല്ലാൻ അല്ലാഹു തആല നമ്മോട് നിർദ്ദേശിച്ചത് വിവിധ ഘട്ടങ്ങളിലും വിവിധ സന്ദർഭങ്ങളിലുമാണ്. സന്തോഷങ്ങൾ വരുന്ന സമയത്തും ഇസ്തിഗ്ഫാറുണ്ട്, സങ്കടപ്പാടുകൾ വരുന്ന സമയത്തും ഇസ്തിഗ്ഫാറുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും ഇസ്തിഗ്ഫാർ കൊണ്ട് കൽപ്പനയുണ്ട്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ, സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരണം. അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആ സ്വർഗ്ഗത്തിന്റെ വിശാലത. ചില പണ്ഡിതന്മാര് പറഞ്ഞു, അർള് എന്ന് പറഞ്ഞാൽ വീതി എന്നർത്ഥമുണ്ടല്ലോ. ആകാശഭൂമികളുടെ വീതിയാണ് ഈ പറഞ്ഞതെങ്കിൽ നീളം നമുക്ക് ഊഹിക്കാൻ കഴിയില്ല, അതിലപ്പുറമാണ്. നീളവും വീതിയും ഒരുപോലെയാകില്ല, വ്യത്യസ്തമാകും. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരൂ. അല്ലാഹു സ്വർഗം സജ്ജീകരിച്ചിരിക്കുന്നത് ലില്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ മുർസലുകളിലും വിശ്വസിച്ചവർക്കാണ്. ഈമാനില്ലാതെ സ്വർഗത്തിലെത്താൻ പറ്റുമോ? പറ്റില്ല. വിശ്വാസമില്ലാതെ, ഈമാനില്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അല്ലാഹുവിലും മുർസലീങ്ങളിലുമുള്ള വിശ്വാസം, അതെ, ആ വിശ്വാസമുള്ളവർക്ക് കിതാബിലും വിശ്വാസമുണ്ടാകും. ആ വിശ്വാസമുള്ളവർക്ക് യൗമുൽ ആഖിറിലും വിശ്വാസമുണ്ടാകും. ആ വിശ്വാസമുള്ളവർക്ക് ഖദറിലും ഖദായിലും വിശ്വാസമുണ്ടാകും. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. സ്വർഗം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. മഗ്ഫിറത്തും അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അതിമഹത്തായ ഔദാര്യമാണ്. സ്വർഗപ്രവേശനം എന്നത് അമല് കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല, അത് അല്ലാഹുവിന്റെ ഫദ്ലാണ്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ, നിങ്ങളാരും നിങ്ങളുടെ ഒരു അമല് കൊണ്ടും സ്വർഗത്തിലെത്തുകയില്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, തങ്ങളും അങ്ങനെയാണോ? എന്നാ പിന്നെ അമലൊന്നും ചെയ്യേണ്ടല്ല, അമല് ചെയ്തോളൂ. സ്വർഗത്തിൽ അല്ലാഹു തആല കടത്തുന്നത്, പ്രവേശിപ്പിക്കുന്നത് ഫദ്ലാണ്. അമല് പിന്നെന്തിനാണ്? അത് ദറജകൾക്കുള്ള ഒരു കാരണമാണ്. സ്വർഗത്തിലെ വ്യത്യസ്ത സ്ഥാനങ്ങൾ. ഇവിടെ ഒരു ഹദീസ് കൊണ്ടുവന്നത് കാണാം. അള്ളാഹുവിന്റെ ഔദാര്യം മുഖേനയാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, ഇപ്പോൾ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാണ്. ഓ നബിയെ, അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ 500 കൊല്ലം ഒരു മലയുടെ മുകളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് താമസിച്ചു. 500 കൊല്ലം അദ്ദേഹം ഇബാദത്തെടുക്കുന്ന മലയുടെ ചുറ്റുഭാഗത്തും ബഹറാൻ, സമുദ്രമാണ്. അല്ലാഹു തആല ആ സമുദ്രത്തിലൊക്കെ ഉപ്പുജലമായതുകൊണ്ട് ഈ ഇബാദത്തെടുക്കുന്ന അള്ളാഹുവിന്റെ അടിമക്ക് കുടിക്കാൻ ഒരു ചെറിയ തടാകം, ശുദ്ധജലത്തിന്റെ ഒരു തടാകം അള്ളാഹു സ്പെഷ്യലായി നൽകി.
അത് ഈ പർവ്വതത്തിന്റെ നേരെ താഴ്ഭാഗത്ത്. ആ വെള്ളം കുടിക്കാൻ പോകുന്നതിന്റെ തൊട്ടടുത്തായിട്ട് അല്ലാഹു തആല ഒരു ഷജറത്തുർ റുമ്മാൻ, ഒരു റുമ്മാന്റെ മരവും നൽകി. ഈ റുമ്മാനിൽ നിന്ന്, മരത്തിൽ നിന്ന് എന്നും ഓരോ റുമ്മാൻ അദ്ദേഹം എടുത്ത് കഴിക്കും, വെള്ളവും കുടിക്കും. അങ്ങനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടാണ് ആ മനുഷ്യൻ. വൈകുന്നേരമാകുമ്പോ താഴോട്ട് ഇറങ്ങി വരും, ഉളു എടുക്കും, റുമ്മാൻ എടുക്കും, ഭക്ഷിക്കും, വെള്ളം കുടിക്കും, പിന്നെ നിസ്കാരത്തിന് വേണ്ടി രാത്രി അങ്ങനെ നിസ്കാരം, പകല് കുറഞ്ഞ സമയം വിശ്രമം, പകലിലുള്ള ഫർളുകളും കാര്യങ്ങളൊക്കെ നിർവഹിക്കും. അങ്ങനെ 500 കൊല്ലം കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹുവേ, എന്റെ റൂഹിനെ നീ പിടിക്കേണ്ടത് സുജൂദിലായിട്ടാണ്. ഞാൻ സുജൂദിലായി കഴിയുമ്പോ എന്റെ ആത്മാവിനെ നീ പിടിക്കണം. മാത്രമല്ല ഈ ഭൂമിയിലേക്ക്, എന്റെ ശരീരത്തിലേക്ക് വരാൻ ഒരു വസ്തുവിനും നീ ഒരു മാർഗവും ഒരുക്കരുത്. എന്നെ പുനർജീവിതം നടത്തുന്ന നാള് വരെ സുരക്ഷിതമാക്കി തരണമല്ലോ. സുജൂദിലായി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിച്ചു. ഇനി നാളെ പരലോകത്ത് നടക്കുന്ന ഒരു ചിത്രം ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അദ്ദേഹം സുജൂദിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് നമ്മൾ എത്തിക്കുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ഇദ്ദേഹത്തെ അല്ലാഹു തആല എഴുന്നേൽപ്പിക്കും, റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അല്ലാഹു തആല പറയും, ഉദ്ഖുലൂ അബ്ദി അദ്ഖിലൂ അബ്ദിയൽ ജന്നത ബിറഹ്മതി, എന്റെ ഈ അടിമയെ എന്റെ അനുഗ്രഹം കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. അപ്പോൾ ആ അടിമ പറയും, അല്ല, ബി അമലി, എന്റെ അമല് കൊണ്ടാണ് എന്നെ സ്വർഗത്തിൽ കടത്തേണ്ടത്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ടല്ലേ, 500 കൊല്ലത്തിന്റെ അമലില്ലേ, ആ അമല് കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തും. അപ്പൊ അല്ലാഹു തആല പറയും, എന്നാല് മലക്കുകളെ, എന്റെ അടിമക്ക് ഞാൻ ചെയ്ത നിഅമത്തും ആ അടിമ ചെയ്ത അമലും നിങ്ങളൊന്ന് തുലനം ചെയ്യൂ, ഒന്ന് അളന്നു നോക്കൂ. 500 കൊല്ലത്തെ അമലുണ്ട്. നമ്മൾ സാധുക്കളാണ്, നമ്മുടെ അമലൊക്കെ അല്ലാഹു കബൂലാക്കി തരട്ടെ. 500 കൊല്ലത്തെ 100 കൊല്ലം കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യാന്ന് പറയും എല്ലാവരും. ഇത് 500 കൊല്ലം അമൽ ചെയ്ത ആളാണ്. ഞാൻ ചെയ്ത നിയമത്തും അദ്ദേഹം ചെയ്ത അമലും ഒന്ന് തുലനം ചെയ്തു നോക്കൂ. മലക്കുകൾ ആ അമല് ഒരു ഭാഗത്ത് എടുത്തു. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ എണ്ണി എണ്ണി വെച്ചു. എന്നിട്ട് ആ അമലുകളൊക്കെ നോക്കുമ്പോ അതാ ഫതൂജദു നിഅമത്തുൽ ബസരി ഖദ് അഹാതത് ബിഇബാദത്തി 500 സന. 500 കൊല്ലത്തെ അമലിന് ഒറ്റ നിഅമത്ത് മാത്രം മതി. അള്ളാഹു നൽകിയ കാഴ്ച, അള്ളാഹു നൽകിയ ഒരു ബസറുണ്ടല്ലോ, കാഴ്ച, ആ കാഴ്ചക്ക് മാത്രമുള്ള അമലേ ആയിട്ടുള്ളൂ. വേറെ കുറെ അനുഗ്രഹങ്ങൾ ഇനി ബാക്കിയുണ്ട്. നിലക്കാത്ത രൂപത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ ഉമിനീര്, അള്ളാഹു നൽകിയ കേൾവി ശക്തിയില്ലേ, അള്ളാഹു തആല നൽകിയ മാനസികമായ ബുദ്ധിശക്തിയില്ലേ, ചിന്താശേഷിയില്ലേ, നടക്കാനും ഇരിക്കാനും കിടക്കാനുമുള്ള കഴിവില്ലേ, വ്യത്യസ്ത അനുഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിനൊന്നും പകരം വെക്കാൻ ആരാധനയില്ല. 500 കൊല്ലത്തെ ആരാധനയും ഒരു നിഅമത്തിന് മാത്രമേ ആയിട്ടുള്ളൂ. അള്ളാഹു നൽകിയ ബസറുണ്ടല്ലോ, കാഴ്ച, കാഴ്ചക്ക് ചെറിയ വിലയും നിലയൊന്നല്ലല്ലോ ഉള്ളത്, നമുക്കെല്ലാവർക്കും അത് അറിയുന്നതാണ്. അമ്പിയാക്കളെ മുഴുവനും അല്ലാഹു തആല നിയോഗിച്ചു. ഒറ്റ നബിയും കണ്ണ് കാണാത്ത നബിയില്ലല്ലോ, ഒറ്റ നബിയും ചെവി കേൾക്കാത്ത നബിയില്ലല്ലോ. എല്ലാ നബിമാർക്കും അല്ലാഹു തആല കാഴ്ചാശക്തി നൽകിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? നബിമാര് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഷാഹിദുകളാണ്, സാക്ഷികളാണ്. സാക്ഷികളാകണമെങ്കിൽ കണ്ണുകൊണ്ട് കാണണ്ടേ? ഓരോ നബിയും ഓരോ ഉമ്മത്തിനും ഷഹീദാൻ. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ആയിട്ടില്ലാത്ത ആളെ ഷഹാദത്തിന് പറ്റൂലല്ലോ. എന്ത് സാക്ഷിക്കാണ് മുമ്പ്? ഇയാളെ മകളെ
മറ്റേ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടാ പോരല്ലോ, കാണണ്ടേ അവര് തമ്മിൽ നടന്ന അഖ്ദുകൾ. പല വിഷയങ്ങൾക്കും വേണ്ടേ അത്. ഷഹാദത്ത് പോലും പുറന്തള്ളപ്പെടു പോകുന്നൊരവസ്ഥ. അപ്പൊ കാഴ്ച എന്നുള്ള അനുഗ്രഹത്തിന് ഈ 500 കൊല്ലത്തെ ഇബാദത്തും വെച്ചു നോക്കുമ്പോ ബാക്കിയുള്ള അനുഗ്രഹങ്ങളൊക്കെ ബാക്കിയാണ്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞപ്പോ എന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അദ്ദേഹം ഇബാദത്ത് എടുത്തിട്ടില്ലല്ലോ. എന്റെ റഹ്മത്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞപ്പോ അമല് കൊണ്ടാ കിടക്കുന്നതെന്ന് പറഞ്ഞു. എന്നാ നിങ്ങളൊരു പണി ചെയ്തോളൂ, അദ്ഖിലൂ അബ്ദിയന്നാർ, എന്റെ ആ അടിമയെ നിങ്ങൾ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ. അങ്ങനെ നരകത്തിലേക്ക് അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ആ അടിമ വിളിച്ചു പറയും, അല്ലാഹുവേ ബിറഹ്മതിക അദ്ഖിൽനിൽ ജന്നാ, ഞാനത് സമ്മതിച്ചു, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്നെ സ്വർഗത്തിൽ കടത്തി തരണം. അല്ലാഹു തആല പറയും, റുദ്ദൂഹു ഇലയ്യ, ആ അടിമനെ എന്റെ അടുത്തേക്കൊന്ന് മടക്കിത്തരൂ, ഞാനൊന്ന് ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തും. അള്ളാഹു ചോദിക്കും, മൻ ഖലഖക വലം തകു ശൈആ, ഒന്നുമല്ലാത്ത നിന്നാരാണ് സൃഷ്ടിച്ചത്, ആരാണ് പടച്ചത്? അടിമ പറയും, അൻത യാ റബ്ബു, റബ്ബേ നീ തന്നെയാണ് എന്നെ പടച്ചത്. അഖാന ദാലിക ബിഅമലിക ഔ ബിറഹ്മതി, നിന്നെ ഞാൻ സൃഷ്ടിച്ച് നിനക്ക് സൃഷ്ടികർമ്മം തന്നു എന്നത് എന്റെ റഹ്മത്ത് കൊണ്ടാണോ നിന്റെ അമല് കൊണ്ടാണോ? പറയൂ നീ, നിനക്ക് ഞാൻ സൃഷ്ടികർമ്മം തന്നത് എന്റെ റഹ്മത്ത് കൊണ്ടാണോ നിന്റെ അമല് കൊണ്ടാണോ? നിന്റെ അമല് കൊണ്ടാണെങ്കിൽ നീ അപ്പോൾ ഇല്ലല്ലോ. സൃഷ്ടിച്ചതിന് ശേഷമല്ലേ നിനക്ക് അമലെടുക്കാൻ പറ്റിയത്? അമല് ചെയ്യുന്നതിന് മുമ്പല്ലേ ഞാൻ നിന്നെ സൃഷ്ടിച്ചത്? അടിമ പറയും, ബൽ ബി റഹ്മതിക, എന്റെ അമല് കൊണ്ടല്ല നീ എന്നെ സൃഷ്ടിച്ചത്, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് നീ എന്നെ സൃഷ്ടിച്ചത്. അല്ലാഹു ചോദിക്കും, മൻ ഖബ്ബാക അലാ ഇബാദത്തി 500 സന, 500 കൊല്ലം ആരാധിക്കാൻ നിനക്ക് ശക്തി തന്നതാരാണ്? കഴിവ് തന്നതാരാണ്? അൻത യാ റബ്ബു, റബ്ബേ നീ തന്നെയാണ് എനിക്ക് കഴിവ് തന്നത്. അല്ലാഹു ചോദിക്കുന്നു, മൻ അൻസലക ഫീ ജബലിൻ, ഒരു മലയുടെ മുകളിൽ നിന്നെ ഇറക്കിയതാരാണ്? വസ്തൽ ബഹരി, സമുദ്രത്തിന്റെ നടുവിലാണല്ലോ ആ മലയുള്ളത്. എന്നിട്ട് ചുറ്റുഭാഗത്തും ഉപ്പുജലമല്ലേ, നിങ്ങൾക്ക് ശുദ്ധജലം മാത്രം പുറപ്പെടുവിച്ചു തന്നത്? എല്ലാ രാത്രിയും ഭക്ഷിക്കാനുള്ള റുമ്മാൻ തന്നതാരാണ്? അതേ നീ തന്നെയാണല്ലോ. വസഅൽതനി അൻ അഖ്ബിലക സാജിദാ, സുജൂദിലായിട്ട് നിന്റെ ആത്മാവിനെ പിടിക്കാൻ നീ എന്നോട് ചോദിച്ചിട്ടില്ലേ? ഇതൊക്കെ നിന്നെ ചെയ്തത് ആരാണ്? അൻത യാ റബ്ബൂ, നീ തന്നെയാണ് റബ്ബേ അതൊക്കെ ചെയ്തത്. എന്നാൽ ഫദാലിക കുല്ലുഹു ബിറഹ്മതി, ഇതെല്ലാം നിനക്ക് ഞാൻ ചെയ്തു തന്നത് എന്റെ റഹ്മത്ത് കൊണ്ടാണ്. വബിറഹ്മതി ഉദ്ഖിലുകൽ ജന്ന, എന്റെ റഹ്മത്ത് കൊണ്ട് തന്നെ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കടത്തുകയും ചെയ്യുന്നു. അപ്പൊ സ്വർഗപ്രവേശനം അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. ജസാഅം മിർ റബ്ബിക അതാഅൻ ഹിസാബാ, സ്വർഗം കൊടുക്കുന്നിടത്ത് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. റബ്ബിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു ധർമ്മം, ഒരു ഔദാര്യമാണ് സ്വർഗപ്രവേശനം. അല്ലാഹു നൽകുമാറാകട്ടെ. അവന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് സ്വർഗീയത്തിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധമുള്ള സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും അല്ലാഹു ചേർത്തി തരട്ടെ. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ. അപ്പൊ നമ്മളോട് അമലുകളിലൊക്കെ മുന്നോട്ട് കുതിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചു. എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിൽ വരുന്നവർക്ക് വേറൊരു മഗ്ഫിറത്തുണ്ട്, അത് മനസ്സിലാക്കണം. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന് പറയുമ്പോ മുൻപന്തിയിൽ വന്നവർക്കുള്ള മഗ്ഫിറത്ത് പിന്നെ വരുന്നവർക്കില്ല. ഒന്നാം സൊഫിലുള്ള ആളുകളെ മഗ്ഫിറത്ത് രണ്ടാം സൊഫുകാർക്കില്ല. ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്നവർക്കുള്ള മഹത്വം വലത്തെ ഭാഗത്തുള്ളവർക്കില്ല. ഏറ്റവും വലിയ മഹത്വം ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കുന്നവർക്കാണ്. പിന്നെ വലത്ത്, പിന്നെ ഇടത്ത്, പിന്നെ വലത്ത്, പിന്നെ ഇടത്ത്, പിന്നെ അങ്ങനെ പോകും. അതേ ആ ഒന്നാം സൊഫിൽ നിൽക്കാൻ, വലത്തെ ഭാഗത്ത് നിൽക്കാൻ സ്വഹാബത്ത് എത്ര തിക്കും തിരക്കും കൂട്ടി. സാബിഖൂ ഇലാ മഗ്ഫിറത്തുൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന മാർഗങ്ങളിലേക്കുള്ള തിക്കും തിരക്കുമാണ്. ഒന്നാമത്തെ സൊഫിൽ, അതും വലത്തെ ഭാഗത്ത്, എല്ലാ സൊഫിന്റെയും വലതു ഭാഗത്ത് തിരക്കാണ്. കാരണം വലത്തെ ഭാഗത്തിന് വേറൊരു മഹത്വമുണ്ടല്ലോ. ആ വലത്തെ ഭാഗവും ഇടത്തെ ഭാഗവും സൊഫിന്റെ കൂട്ടത്തിൽ ഒന്നാം സൊഫിന് വലിയ പരിഗണനയുണ്ട്. അതും തന്നെ
സ്വഹാബിമാര് കാണുന്ന കാഴ്ചപ്പാട് മറ്റൊന്നുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം ചൊല്ലുമ്പോ ആദ്യം വലത്തെ ഭാഗത്തേക്കല്ലേ തിരിയുന്നത്, ആദ്യം കാണുന്നത് ഞങ്ങളെയാണല്ലോ. അതുകൊണ്ടൊരു വേറിട്ട മഹത്വവും ഞങ്ങൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. നിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പായയിൽ തന്നെ ഉളു മുറിയാതെ ഇരുന്ന സ്ഥലം മാറാതെ ഇരിക്കുന്നവർക്ക് വലിയ മഗ്ഫിറത്തുണ്ട്. ഉമ്മമാരെ, കഴിയുന്നവരൊക്കെ അവിടെ തന്നെ ഇരുന്ന് ദിക്റുകളൊക്കെ പൂർത്തീകരിക്കണം. എന്നാൽ മലക്കുകളുടെ ഒരു പ്രത്യേക ദുആയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അത് മഗ്ഫിറത്തിന്റെ ഒരു കാരണമാണ്. മലക്കുകൾ ദ്വാരക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുമ്മ തുബ് അലൈഹി. ആ ഇരിക്കുന്ന ആള് മാലം യുഹദിസ്, ഉളു മുറിയാതെ, മാലം യുഹദി അഹദൻ, ഒരാളെയും ശല്യം ചെയ്യാതെ ഇരിക്കുന്ന ഇരുത്തം കൊണ്ട് മലക്കൾ ദ്വാരക്കാൻ എത്ര നേരമായിരിക്കുന്നത് അത്രയും നേരം ദ്വാരക്കും. തള്ളിക്കളയാത്ത ദുആ മലക്കുകളെ ദുആ, മഗ്ഫിറത്തിന് വേണ്ടിയുള്ള ദുആ, റഹ്മത്ത് ലഭിക്കാനും തൗബ സ്വീകരിക്കാനും